നോക്കണം നിങ്ങൾ, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ ലോകത്തോട് വിട പറയാൻ പോകുമ്പോൾ അവിടുത്തെ പ്രിയപ്പെട്ട മകനാകുന്ന ശീസ് അലൈഹിസ്സലാത്തു വസ്സലാം അടുത്ത പ്രവാചകനാണ്, വിളിച്ചിട്ട് പറയുകയാണ്, ഓ പ്രിയപ്പെട്ട മകനേ, നിനക്ക് ഞാനൊരു ഉപദേശം തരട്ടെയോ? നിനക്കതാ ഏത് വലിയ പ്രയാസമുണ്ടാകുന്ന ഘട്ടത്തിലും ഏത് വലിയ പ്രതിസന്ധി ഘട്ടത്തിലും നിനക്ക് മുറുകെ പിടിക്കാൻ ഒരു വഴി പറഞ്ഞു തരട്ടെയോ? അതാരാണെന്നറിയുമോ? സർവരേ ആലം നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പോകട്ടെ സ്വലാത്ത് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മോനെ, എല്ലാ പ്രശ്നങ്ങൾക്കും നിനക്ക് പരിഹാരം കാണണോ? നീ മുറുകെ പിടിച്ചോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനതാ സൃഷ്ടിക്കപ്പെട്ട് സ്വർഗലോകത്ത് നടക്കുമ്പോ അതാ സ്വർഗത്തിന്റെ എല്ലാ വൈദൂര്യങ്ങളിലും അവിടെയുള്ള മാണിക്യത്തിലും അവിടെ അതാ എല്ലാ മേഖലകളിലും അല്ലാഹു അതാ കൊത്തിവെച്ചിട്ടുള്ളൊരു നാമം ഞാൻ കണ്ടു മകനേ. അതാരുടെ നാമമാണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഭൂമി ലോകത്തേക്ക് ഇറക്കപ്പെട്ടപ്പോ എനിക്കതിന്റെ പേരിൽ വിഷമം നേരിട്ടപ്പോ ഞാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട്. ആ സമയത്തതാ അല്ലാഹു ചോദിക്കുകയാണ്, എങ്ങനെ അറിയാം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ? ആദം നബി പറഞ്ഞു, നിന്റെ ഉത്കൃഷ്ടമായ സൃഷ്ടിയാകുന്ന അർശ്, ആ അർശിന്റെ മുകളിൽ നിന്റെ പേരിന്റെ കൂട്ടത്തിലതാ ഒരു സൃഷ്ടിയുടെ പേര് ഞാൻ കണ്ടു. ആ സൃഷ്ടി ഒരു സാധാരണക്കാരനല്ല, ആ സൃഷ്ടി ഒരു സാധാരണക്കാരനല്ല. അവിടുത്തെ മുൻനിർത്തി അങ്ങ് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹു അതിന് ഉത്തരം കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാ ആളുകളും അവരുടെ പ്രതിസന്ധി ഘട്ടത്തിൽ മുറുകെ പിടിച്ച നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, മങ്കൂസ് മൗലൂദ് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം നേരിട്ട് അതാ ആ തൂഫാനുണ്ടായ സമയം, ജലപ്രളയമുണ്ടായ സമയം അവിടുന്ന് മുറുകെ പിടിച്ചത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാ. മങ്കൂസ് മൗലൂദ് പറഞ്ഞു തരട്ടെ. واستغاث به نوح فنجا من الردى وكان في صلب إبراهيم عليه السلام حين ألقي في النار فعاد وصار لهبها مخمدا. നബി തങ്ങളെ സ്മരിച്ച് നൂഹ് നബി ഇസ്തിഗാസ നടത്തിയപ്പോൾ അപകടത്തിൽ നിന്നും മോചിതരായി. അഗ്നിക്ക് പാത്രീഭവിച്ചപ്പോൾ നബി തങ്ങളുടെ പ്രകാശം മുതുകിലുള്ളതിനാൽ തീ കെട്ടുപോവുകയും ഇബ്രാഹിം നബി രക്ഷപ്പെടുകയും ചെയ്തു.